തലവേദന കോൺഗ്രസിന് ഇതുവരെ മാറിയിട്ടില്ല. ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടും മൂപ്പർക്ക് ഇപ്പോഴും ഒരു കുലുക്കും ഇല്ലാന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയോടെ കോൺഗ്രസ് നേതാക്കളെ പരിഹസിക്കാനും തുടങ്ങിയിരിക്കുന്നു. പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് തിരുത്താതെ തരൂർ. ശശി തരൂരിന്റെ ലേഖന വിവാദം അവസാനിക്കുന്നില്ല. ശശി തരൂരിനെതിരെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തിരിഞ്ഞിട്ടും മൂപ്പർക്ക് ഒരു കുലുക്കമില്ല. അവസാനം അവിടെ നിന്ന് വിളി വന്നു. ദേശീയ നേതൃത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയാണ് ശശി തരൂരിനെ വിളിപ്പിച്ചത്. അങ്ങനെ കേരളത്തിലെ വിവാദങ്ങൾക്കിടെ അവസാനം കേന്ദ്രത്തിൽ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ. അകത്ത് രാഹുൽ ഗാന്ധിയും ശശി തരൂരും ചർച്ച പുരോഗമിക്കുകയാണ്. പുറത്ത് ടെൻഷനായി ഉലാത്തുന്ന KC വേണുഗോപാൽജി. ശശി തരൂരിനെ രാഹുൽ ഗാന്ധി അങ്ങോട്ടേക്ക് വിളിപ്പിച്ചതല്ലേ, അപ്പൊ തരൂരിന്റെ പത്തി എന്തായാലും മടങ്ങിയിട്ടുണ്ടാവും. ഇനി വേണം മനസ്സ് തുറന്ന് തരൂരിന്റെ മെക്കെട്ട് കയറാന്ന് വിചാരിച്ചിട്ട് വീണ്ടാമതും സതീശേട്ടൻ രംഗത്തെത്തി. ഞങ്ങൾ ഗവൺമെന്റുമായി ഡിബേറ്റ് നടക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹം ഗവൺമെന്റിന് അനുകൂലമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയപ്പോൾ ആ ആർട്ടിക്കിളിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ശരിയല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്തല്ലോ. ശശി തരൂരിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചതിന് ശേഷമുള്ള സതീശേട്ടന്റെ റിയാക്ഷനിൽ ഭയങ്കര കോൺഫിഡൻസ് കാണാനുണ്ട്. എന്തുട്ടാ കോൺഫിഡൻസിന്റെ പിന്നില്? തരൂരിനി ഒന്നും മിണ്ടില്ല എന്നുള്ള കോൺഫിഡൻസ്. ബട്ട് പണി പാളി ഗൈസ്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ നോക്ക്, ഞാൻ ആ ഡേറ്റ സൈറ്റ് ചെയ്ത സോഴ്സസ് ഒക്കെ ആർട്ടിക്കിൾ ഉണ്ട്. ഇനി വേറെ സോഴ്സസിൽ വേറെ ഡേറ്റ ഉണ്ടെങ്കിൽ അത് കാണാൻ തയ്യാറാണ് ഞാൻ. നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാം ഒരു അടിസ്ഥാനത്തിലേ എഴുതുള്ളൂ. ഓ മൈ ഗോഡ്, രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ട് മൂപ്പര് പറഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. ശശി തരൂർ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഇതിനെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സതീശന് ടെൻഷൻ കൂട്ടാ പറഞ്ഞേക്കാം. അല്ലല്ല, അത് അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയക്കാരനല്ല വേറൊരാളാണെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ടും തർക്കിക്കാനൊന്നുമില്ല. ഞങ്ങൾ തരൂർജീനെ രാഷ്ട്രീയക്കാരനായിട്ട് ഞങ്ങളുടെ സതീശേട്ടൻ കണക്കാക്കിയിട്ടില്ല. പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കണം? ഞാൻ കേരളത്തിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നതും എഴുതുന്നതും, വേറെ ആർക്കും വേണ്ടിയിട്ടല്ല. ജനങ്ങൾ കാണുന്നുണ്ട്, അത്രമാത്രമേ ഞാൻ പറയുന്നു. എന്തൊക്കെയായിരുന്നു? ശശി തരൂരിനെ ദേശീയ നേതൃത്വം അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു, വയർ നിറച്ച് കിട്ടുന്നു. ശശി തരൂര് സൈലന്റ് മോഡ് ഓണാക്കി ശോകമുഖമായിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടായിരുന്നത്? ഒക്കെ വെള്ളത്തിൽ വരച്ച് വര പോലെയായില്ലേ? നല്ല കൂടിക്കാഴ്ചയായിരുന്നു. ഞാനാണ് ആവശ്യപ്പെട്ടത് കുറച്ച് സമയമായിട്ട്. ഇന്നലെ അവസരം കിട്ടി. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം സംസാരിച്ചു. കാവടി തുള്ളിപ്പോയ തരൂർജി ട്രാജഡി ആയിട്ട് തിരിച്ചു വരുന്നതും കാത്തിരുന്ന കേരള നേതാക്കളുടെ മുന്നിലേക്ക് അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് കാവടി തുള്ളി തിരിച്ചു വരുന്ന തരൂർജിയാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഹൈക്കമാൻഡ് പറയണത് മതി നിങ്ങളുടെ സേവനം, ഈ പ്രശ്നം ഞങ്ങൾ സോൾവ് ആക്കിക്കൊണ്ട് പരസ്പരം ചെളിവാരി എറിയുന്ന സ്വഭാവം ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്നാണ് ഹൈക്കമാൻഡ് പറയണത്. സതീശേട്ടനോടായി പറഞ്ഞേ. അല്ലല്ല, അതിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം നമ്മളെക്കാൾ മീതെയുള്ള ഒരാളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യേണ്ടത് ദേശീയ നേതൃത്വമാണ്. അദ്ദേഹത്തിന് അത് അവര് സംസാരിക്കുമെന്നാണ് ഞാൻ നിശബ്ദം. ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങൾ സതീശേട്ടന്റെ തലയിൽ കയറിയിട്ടില്ലെങ്കിലും സുധാകർജിക്ക് അതിനെപ്പറ്റി നല്ല ബോധ്യമുണ്ട് കേട്ടോ. വലിയ പരാതിയൊന്നും അങ്ങനെ അത്ര വലിയ കഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല പുള്ളി. അതിന് മാത്രമുള്ള ഒരു ദ്രോഹമൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. അതിലൊന്നും നിങ്ങൾ ഇത് എന്നാ പറയാ വ്യാഖ്യാനിച്ച് അതിനങ്ങ് കടലിലോട്ട് കൊണ്ടുപോകാണ്. ഇത് ഒളിയമ്പ്. ഇത് സതീശേട്ടനെതിരെയുള്ള ഒളിയമ്പ്. തരൂര് പറഞ്ഞൊരു കുഞ്ഞു കാര്യം ഇത്രയും വലിയ പ്രശ്നമാക്കിയത് സതീശേട്ടനെ പോലുള്ളവരാണെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമുക്കെല്ലാം മനസ്സിലാവണ്ടേട്ടാ. കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ശശി തരൂർ ഇപ്പോഴും ലേഖനത്തിന്റെ കാര്യത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല കേട്ടോ സുധാകരൻജി. ഒരു യുദ്ധവും ഇല്ലല്ലോ. ഒരു പ്രസ്താവന നടത്തിയതിന്റെ അകത്ത് ഒരു നേരിയ ഒരു പ്രശ്നം വന്നപ്പോ അത് അവിടെ സപ്രസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അപ്പോ ലേഖനത്തിലെ ചില സത്യങ്ങളുടെ കാര്യത്തിലും സുധാകരൻജിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാന്ന് സാരം. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഈ സാഹചര്യം മുതലെടുക്കാനും ഈ സാഹചര്യം കൊണ്ട് പൊറുതിമുട്ടിയവരും ഇവിടെയുണ്ട്. ശശി തരൂരിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിട്ടും കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റമൊന്നുമില്ല. തരൂര് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നും കോൺഗ്രസ് നേതാക്കളെ ട്രോളിയും ഇങ്ങനെ റെഡി നടക്കാണ്. ഇതൊക്കെ കാണുമ്പോഴേ ഇവരുടെ രണ്ടൂട്ടരുടെ നടുവിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ മുസ്ലിം ലീഗിന്റെ കാര്യം തമ്മിത്തല്ല് കണ്ടിട്ട് അവർക്ക് മടുത്ത് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടിട്ട് നിൽക്കാണ് പാവങ്ങള്. UDF സംവിധാനം വളരെ ശക്തമായി പോകണം എന്ന് തന്നെയാണ് എല്ലാ കാലത്തും പാർട്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോഴും ലീഗിന്റെ അഭിപ്രായം. ഇപ്പോൾ ശക്തി കുറവുണ്ട് എന്നല്ല അതിന്റെ അർത്ഥം. എങ്കിലും കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ പാർട്ടി ചെയ്യും. ഇനിയെങ്കിലും ഐക്യത്തോടെ നിന്നൂടെ? അല്ലെങ്കിൽ എല്ലാം കയ്യിന്ന് പോകും. ഇതിനേക്കാളും ക്ലിയർ ആയിട്ട് അവരെങ്ങനെ പറഞ്ഞു തരേണ്ടത്? UDF ഒറ്റക്കെട്ടായി ഐക്യത്തോടു കൂടി പോകേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നിൽക്കാൻ UDF നേതാക്കന്മാരും ഘടകകക്ഷികളും തയ്യാറാകണം എന്ന അഭിപ്രായം മുസ്ലിം ലീഗിനുണ്ട്. കാര്യങ്ങൾ
നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. പച്ച മലയാളത്തിൽ പറഞ്ഞിട്ടാണെങ്കിൽ ദേ ഐക്യല്ലാണ്ട് കൂടുതൽ വെള്ളത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് കൂട്ടാന്നാണ് മുസ്ലിം ലീഗ് പറയണത്. അങ്ങനെ കോൺഗ്രസിൽ ഒരു പ്രശ്നമുള്ളതായിട്ട് അവർ ഒരു അതിർത്തിയും രേഖപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ലീഗ് ഓരോരുത്തരും ഓരോ ദിവസം ഓരോ വാർത്ത ഉണ്ടാക്കുക ആണല്ലേ. സതീഷ് ചേട്ടൻ അങ്ങനെയും പറഞ്ഞ അവിടെ ഇരുന്നോട്ടാ. മുസ്ലിം ലീഗ് ദേ ഹൈക്കമാൻഡിനെ കാണാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇമാതിരി പരിപാടി എങ്ങനെയെങ്കിലും ഹൈക്കമാൻഡ് ഇടപെട്ട് ഒന്ന് സോൾവ് ആക്കി തരണം എന്നാണ് അവരുടെ ആവശ്യം. എങ്ങനെയുണ്ട്? സന്തോഷായില്ലേ? ഞാൻ എന്താ ഇതിനെ കുറിച്ചൊക്കെ പറയേണ്ടത്? അതാണ് എന്റെ ചോദ്യം. മതി മതി, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. പറഞ്ഞിടത്തോളം മതി എന്റെ പൊന്നേ. അതേസമയം മറ്റൊരിടത്ത് ഇതിനെയാണ് കുളം കലക്കി മീൻ പിടിക്കാന്ന് പറയുന്നത്. നിങ്ങളിവിടെ തമ്മിൽ തല്ലിക്കോളൂ, അതിന്റെ ഇടയ്ക്ക് തരൂർജി ഒന്ന് ഈ വഴി വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായി 2 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, എന്നെ ക്ഷണിക്കാൻ കാണിച്ച കാര്യം മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. എനിക്കങ്ങനെ ഒരു നിലപാടാണുള്ളത്. അത് വളരെ പോസിറ്റീവായ നിലപാടല്ലേ? അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ മാനസിക നിലയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ? മുതലെടുക്കാണല്ലേ സജി. നടക്കട്ടെ നടക്കട്ടെ. അത് അദ്ദേഹം പോകുന്നില്ല, അതിനെപ്പറ്റി ഭയത്താറുന്നതാണ്. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്കാർക്കും ഇല്ല. സ്റ്റാർട്ടപ്പ് പദ്ധതികളുടെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ശശി തരൂർ പോവില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഇരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കള്. തരൂരേട്ടാ പോവലേട്ടാ, നിങ്ങൾ ഇനി ഇതിനും കൂടി പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞെല്ലാം. അതോടെ പൂർണ്ണ ഇനി ഇതിന്റെ കൂടി ഒരു കുറവേ ഉള്ളൂ. അല്ല, എ റഹീം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ. തിരുവനന്തപുരത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം. അപ്പൊ ഇതെന്തുകൊണ്ടാ പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതവിടെ നിൽക്കട്ടെ. സഖാക്കളുടെ പേര് കേൾക്കുമ്പോഴത്തേക്കും ആഞ്ഞടിക്കാൻ കാണുന്ന ഇൻട്രസ്റ്റ് തരൂരിന്റെ ലേഖന വിവാദത്തിൽ കാണാനില്ലല്ലോ ഉസ്മാൻജി, സോറി ചെന്നിത്തലജി. അല്ല, എനിക്ക് പറയാനുള്ളത്, അതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാം. ഓ ആയിക്കോട്ടെ. അപ്പൊ എല്ലാരും കൈവച്ച് കഴിഞ്ഞല്ലോ. ഒരു കാര്യം കൂടി പറഞ്ഞ തരൂർജി അങ്ങോട്ടേക്ക് പോയേക്കാം. തരൂർജി ചാമ്പിക്കോ. അപ്പൊ എനിക്കല്ലായിരുന്നു വിഷയം. എനിക്ക് എന്ത് വിഷയങ്ങളുണ്ടായിരുന്നു? ഞാൻ ചില അഭിപ്രായങ്ങൾ, എനിക്ക് കുറേ കാര്യങ്ങളായിട്ട് സംസാരിക്കാനുണ്ടോ എന്ന് സംസാരിക്കാൻ സാധിച്ചു. പക്ഷെ ഞാൻ എല്ലാവരും പരാതികളോ വിഷയങ്ങളോ പ്രശ്നങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ എനിക്കെന്താണ് പൂർത്തിയാക്കാനുള്ളത്? അഥവാ ചിലവർ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെന്നെ പറയട്ടെ. ഇത് നോക്കൂ, എനിക്ക് ചിലപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇടയ്ക്ക് നമ്മുടെ പാർട്ടിയിലകത്ത് ചില നേതാക്കളുടെ ഇടയിലൊരു തമ്മിത്തലുണ്ടാവുന്ന കേട്ടിട്ട് അത് എപ്പോഴും ഒരു ദുഃഖം തോന്നുന്ന കാര്യമാണ്. ഇത് എൻ്റെ വിഷയത്തിലെങ്കിലും ഐക്യം വന്നു, നല്ല സന്തോഷമല്ലേ, നല്ലൊരു കാര്യമായിരിക്കട്ടെ. വരുന്നു, താങ്ക്സ്. ഐക്യമില്ല എന്നുള്ളതല്ലേ ഐക്യജനാധിപത്യ മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വിമർശനം. തരൂർജിയുടെ മെക്കെട്ട് കയറാനാണെങ്കിലും എല്ലാരും ഐക്യത്തോടെ നിന്ന് കണ്ടല്ലോ. സന്തോഷം എന്നാണ് തരൂർജിയുടെ തഗ്. ഇവിടെ ഏത് കാര്യത്തിലാണ് കോൺഗ്രസിൽ ഐക്യമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറ. ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വം ഐക്യമില്ലായ്മ എവിടെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്? ഏത് സബ്ജക്റ്റിലാണ് ഞങ്ങൾ ഐക്യമില്ലായ്മ കാണിച്ചിട്ടുള്ളത്? പ്രസ് മീറ്റ് വിളിക്കുമ്പോൾ മൈക്കിൽ ആദ്യം ആര് സംസാരിക്കണം എന്നുള്ള കാര്യത്തിൽ പോലും ഒരു തീരുമാനം ഉണ്ടാവാറില്ല. എന്നിട്ടാണ് ഡയലോഗ് അടിക്കുന്നത്. നടക്കട്ടെ. അങ്ങനെ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റാണ്ട് അവരിങ്ങനെ ഗതി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ്. എന്നാണോ പാവങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടുക?